എന്തായാലും BJP ആണ് ഇവിടെ വില്ലനായി നിൽക്കുന്നത്. ആ രാഷ്ട്രീയം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. BJPയുടെ വില്ലത്തരം വരുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മുസ്ലിം ലീഗിനെയോ കേരള കോൺഗ്രസിനെയോ ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ ആരെ കൂട്ടുന്നതിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പാർട്ടിയാണ് BJP. അവർ വികസനത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ ആരെയും കൂട്ടും. ഗോവയിൽ ക്രിസ്ത്യാനികളാണ് കൂടുതൽ, പക്ഷേ മുസ്ലിം BJP ഭരിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റേൺ വടക്കു കിഴക്കൻ സ്റ്റേറ്റുകളിലൊക്കെ ക്രിസ്ത്യാനികൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ BJP നന്നായി ഭരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഭരണത്തിൽ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലൊരു NDA ലീഗ് പരിപാടി നോക്കിയാൽ എന്തെന്നുള്ള ചിന്തകൾ വളരെ വളരെ ഗൗരവമായി നടക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയമാണ്. കരുണാകരൻ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ രണ്ടും ചേർത്താൽ 4 അല്ല, ഒന്നും ചേർന്നാൽ ഇമ്മിണി, വലിയ ഒന്നെന്ന് പറയാൻ കഴിയില്ല, അത് രണ്ടുമല്ല എന്നൊക്കെ പറയുന്ന വലിയ രൂപത്തിലുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ രംഗത്ത് നടക്കുന്നത്. ആരും അസ്പൃശ്യരുമല്ല, ആരും അദൃശ്യരുമല്ല, ദളിതന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന തൊട്ടുകൂടാത്തവരോ തീണ്ടിക്കൂടാത്തവരോ രാഷ്ട്രീയത്തിലില്ല. റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിലറിയപ്പെടുന്ന RSP UDF എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലാണ് നിൽക്കുന്നത്. അതേസമയം അവരോടൊപ്പം LDFിനോടൊപ്പമാണ് നിന്നിരുന്നത്. ആ ഫോർവേഡ് ബ്ലോക്ക്, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ നിൽക്കേണ്ടുന്ന ഫോർവേഡ് ബ്ലോക്ക് നിൽക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഒന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. 2026 അല്ല BJPയുടെ ലക്ഷ്യം. 2026 5 or 10 സീറ്റ് കിട്ടി ബാക്കി സീറ്റുകൾ LDF പിടിച്ച് LDF അധികാരത്തിൽ വരുന്നതാണ് BJPയുടെ തന്ത്രം. അങ്ങനെ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നത്.